ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ച, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്ന് ഞാനാണ് രാവിലെ നേരത്തോടെ എണീറ്റത്. എന്തോ ഇന്നലെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ നേരത്തെ തന്നെ എണീറ്റു. ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മൾ പിന്നെ ഞാൻ കുറേ നേരം അവിടെ കിടക്കില്ല കേട്ടോ. ഉറക്കം മതിയായി അപ്പം പിന്നെ ഞാൻ എണീക്കും. പിന്നെ അവിടെ കിടന്നിട്ടുള്ള പരിപാടികൾ കുറവാണ്. അപ്പോൾ ചിലർ കണ്ടിട്ടുണ്ട് കുറേ നേരം ഫോൺ നോക്കിയിട്ടൊക്കെ എണീക്കുന്നത്. എനിക്കെന്തോ അങ്ങനെ കിടന്നിട്ട് പറ്റില്ല. എനിക്ക് അധിക ഭാഗം ചെയറിലിരുന്നിട്ടൊക്കെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് പുറത്ത് നോക്കിയപ്പോൾ വെയിലൊക്കെ നേരത്തോടെ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാറ്റ് ഞാൻ മഴ വന്നാൽ അതൊന്ന് ക്ലീൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഇത് പരിയപ്പുറത്തെയാണ് കേട്ടോ, നല്ല മാറ്റല്ല. അപ്പോൾ ഞാൻ മഴ വന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് നനച്ചപ്പോൾ ഇട്ടതാണ്. പിന്നെ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ രാവിലെ എന്താ പറയുക, ഒരു അനക്കമില്ല. മറ്റേത് നമ്മൾ ഈ സമയത്ത് റോട്ടിൽ നോക്കുമ്പോൾ കാണാൻ നിറച്ച് വണ്ടികളും കുട്ടികളും സ്കൂൾ ബസ്സുകളും ഒക്കെ. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു, സ്കൂൾ വെക്കേഷനായി. പിന്നെ ശരിക്കും പറഞ്ഞാൽ റോട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥയാട്ടോ. റോട്ടിലേക്ക് നോക്കുമ്പോഴേ നമുക്ക് ചൂടെടുക്കും, അതുപോലെയാണ് ചൂട്. അപ്പോൾ ഇന്നിപ്പോൾ ഡിവൈനൊക്കെ പോയിട്ട് പുറത്ത് പോയി വന്നിട്ട് പറയുന്നുണ്ട്, മമ്മി ഇവിടെയാണ് കൂടുതൽ ചൂട്, പോയോടത്തൊന്നും വലിയ ചൂടില്ല എന്ന്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരേ വശത്ത് ഒരേ പോലെയാണല്ലോ. അങ്ങനെ നേരം വെളുത്ത് ഞാനാണ് ആദ്യമായിട്ട് അടുക്കളയിൽ കയറിയത്. കാരണം ഡാഡി പോലും എണീറ്റിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആരും എണീറ്റിട്ടില്ല, ഞാൻ മാത്രമാണ് എണീറ്റത്. എന്തോ എനിക്കങ്ങനെ പറ്റിയില്ല ഉറങ്ങാനായിട്ട്, അതാണ്. അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ പതിവുംപടി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് സാധാരണ ഞാൻ കാണാറില്ല കേട്ടോ ഈ വെള്ളം വയ്ക്കുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഇതുകൊണ്ടാണ് മൊത്തം ക്ലീൻ ചെയ്യാൻ പോണത്. ഇന്നലെ കുട്ടികളാണ് ഉപയോഗിച്ചത്, അവർക്ക് ഭയങ്കര ഇഷ്ടമായി, വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം ഒട്ടും ബുദ്ധിമുട്ടില്ല. മറ്റേ കമ്പിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കയ്യുമ്മയൊക്കെ ഒന്ന് കുത്തിക്കൊള്ളും, കട്ട കുത്തും. ഇതൊന്നുമില്ല, നല്ല തുണി കൊണ്ട് നമ്മൾ തുടയ്ക്കുന്ന പോലെ എന്ന് പറഞ്ഞു. ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പതിവുംപടി മെഴുകുതിരി കത്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് മെയ് ദിനാണ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് മെയ് ദിനാണ്, മാതാവിൻ്റെ വണക്കമാസം തുടങ്ങുന്ന ദിവസമാണ്. ഞാൻ ഇപ്പോഴാണ് അത് ഓർത്ത് പറയാനായിട്ട് വിട്ടുപോയതാട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടാറുണ്ട് കേട്ടോ. ഈ ഫോണിലല്ല, എൻ്റെ പേഴ്സണൽ ഫോണിൽ. ഒരുവിധം പേർക്കൊക്കെ ആ കോണ്ടാക്റ്റ് അറിയാം. അപ്പോൾ ഞാൻ അതിൽ ആണ് ഇടാറുള്ളത്. അപ്പോൾ വണക്കമാസമാണ്, മാതാവിൻ്റെ മാസമാണ്. അപ്പോൾ എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുക. എല്ലാ അനുഗ്രഹവും തരുന്ന നമ്മുടെ അമ്മയാണല്ലോ. നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ചാൽ അമ്മമാർ തരുമല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ്, അപ്പോൾ എൻ്റെ ചേച്ചി അക്കിയാണ് എനിക്ക് സ്ഥിരം വണക്കമാസത്തിൻ്റെ പ്രാർത്ഥനകൾ അയക്കാം കേട്ടോ. അവിടെ ഏത് ഒരു ഇതിൻ്റെ ആയാലും, ഇപ്പോൾ ഗ്രൂപ്പിലും അതെ 2-3 കുട്ടികൾ അങ്ങനെ സ്ഥിരം അയക്കും. അപ്പോൾ എനിക്ക് സ്റ്റാറ്റസ് ഇടാനും, ഗ്രൂപ്പിലൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ സ്റ്റാറ്റസ് ഇടേണ്ട, ആ ഒരു കുട്ടി ഇടുമ്പോൾ അത് എല്ലാവരും കണ്ടോളും. പല ആൾക്കാരാണ് അതിനകത്തുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാനാണ് ഇവരെ അഴിച്ചിടാൻ പോയത്. അപ്പോൾ ഇവർ 3 ആളും കൂടി മത്സരിച്ചിട്ടാണ്. ഇവർ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ സ്കൂൾ വിട്ടിട്ട് കുട്ടികൾ വന്ന് കളിക്കില്ല, അതുപോലെയാണ്. 3 ആളും മേത്ത് കയറി കുറേ നേരം കൊഞ്ചിയിട്ട് അവർ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഡാഡി രാവിലെ അയച്ചിട്ട്. ഡാഡിയോട് വലിയ കൊഞ്ചലൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അടുത്താണ് ഇവരുടെ കളിയും വേഷം കെട്ടും മൊത്തം ഉള്ളത്. ഒരാളെ തോട്ടാൽ ഒരാൾക്ക് പിണക്കം, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ അവരതേ അയച്ചിട്ടു. ഇനി അവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയിട്ട് കെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ രാവിലെ അവർക്ക് എണീറ്റ വഴിക്ക് ഫുഡും കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 11:30 ഒരു 12:30 1 മണിയൊക്കെ ആവണോട് കൂടിയിട്ട് പെഡിഗ്രി വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പാൽ വെച്ച് കൊടുക്കും. പിന്നെ രാത്രിയിലാണ് അവർക്കുള്ള ഇറച്ചിയുള്ളത് കേട്ടോ. അങ്ങനെയാണ് അവരുടെ ഭക്ഷണ രീതി. രാവിലെ ഒന്നുമില്ല അവർക്ക്, അങ്ങനെ വേണ്ട. രാവിലെയാണ് അവരുടെ ഇറച്ചി പാത്രം കാലിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ കാപ്പി വയ്ക്കാൻ വെച്ചു. അപ്പോൾ ബ്രൗൺ ഷുഗറാണ് കേട്ടോ. അപ്പോൾ ബ്രൗൺ ഷുഗറും കാപ്പിപ്പൊടി, നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി ഇട്ടിട്ട്. അപ്പോൾ ഞാൻ കാപ്പി വയ്ക്കുമ്പോൾ ഞാനും ഡാഡിയും ഡോണും മാത്രം, അത് കുറേശ്ശെ മാത്രം വീണ്ടും രാവിലെ ബ്രഷ് ചെയ്ത് വരണോടുകൂടി കുറച്ച് കുടിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരാഞ്ഞത് അതുകൊണ്ടാണ്. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പണി പെൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. എനിക്കത് കഴിയാണ്ട് കിടക്കാനായിട്ടൊരു ഇഷ്ടം ഉണ്ടാവില്ല. മെയിനായിട്ട് അതാണ് സംഭവം കേട്ടോ. അയ്യോ കഴിഞ്ഞില്ല, അത് അവിടെ ഒതുക്കിയില്ലല്ലോ, ഇവിടെ ഒതുക്കിയില്ലല്ലോ, അത് കേടായി പോവാമോ, അവിടെ തണുക്കാവോ, അങ്ങനെയുള്ള ഒരു വ്യാവലാതി കൂടുതലാണ് എനിക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പൂരി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തി ബാക്കി വന്നപ്പോൾ കട്ട് ചെയ്ത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ പതിവ് പടി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വേപ്പിലയും കൂടി ചതച്ചിട്ട് ഞാനതവിടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് വാഷിംഗ് മെഷീനിൽ അലക്കാട്ടു. അങ്ങനെ ഞാൻ എന്താ പറയുക, ഒരുവിധം പണികൾ കഴിഞ്ഞതിന് ശേഷമാണ് ഡാഡി എണീറ്റ് വന്നത്. അപ്പോൾ ഡാഡിയും ചോദിച്ചത് എന്ത് പറ്റി നേരത്തോടെ എണീക്കായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച 3 പരിപാടിക്കായിട്ട് സാരി ഉടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലൗസുകൾ ഞാൻ കൈകൊണ്ട് വാഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചത് ബ്ലാക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൈകൊണ്ട് വാഷ് ചെയ്ത് കൈയോടെ രാവിലെ തന്നെ ഇടാം. കാരണം സന്ധ്യ ആകുമ്പോൾ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ആ പരിയപ്പുറത്തേക്ക് കിടക്കാമെന്ന് പറഞ്ഞത് എളുപ്പമല്ല, ഭയങ്കര ചൂടാണ് അറിയാലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ 1-2 പേര് കളിയാക്കി എന്നെ, എനിക്ക് മാത്രമല്ല ചൂട്, ഞങ്ങൾക്കൊക്കെ ഉണ്ട് ചൂട്, എന്തിനും എപ്പോഴും ചൂട് പറയണേന്ന് ചോദിച്ചിട്ട്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് വായിന്ന് വന്ന് പോണതാണ്. അത് വേണമെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, എനിക്കറിയില്ല എന്താ അതിന് മറുപടി പറയാമെന്ന്. അങ്ങനെ ഞാൻ പരിപ്പ്, അപ്പോൾ ഞാൻ ഇന്ന് എന്ത് കാണിച്ചു വെച്ചാൽ കടലപ്പരിപ്പ് ഇത്തിരി കൂടുതൽ വാങ്ങിക്കൊണ്ടത്. ഞാൻ സാധാരണ കടലപ്പരിപ്പ് ഇത്രയും വാങ്ങിക്കാറില്ല. അപ്പോൾ ഞാൻ സാധാരണ പരിപ്പിൻ്റെ കൂടെ ഒരു പിടി കടലപ്പരിപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഉടയാണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാക്ക് വെച്ച് അടുക്കളയിൽ ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരിക്കുന്നു. അപ്പോൾ അവനെങ്ങനെ വെച്ചാൽ ആളുകളോട് തിരുത്തി കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ കൊട്ടലും എന്താ പറയുക ഒച്ചയിടലും ബഹളവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് തോമു റെഡിയായിട്ട് ഇറങ്ങി. അപ്പോൾ തോമ എങ്ങനെയാണെന്ന് ചെന്ന് എണീക്കിനോട് കൂടിയിട്ട് താഴേക്ക് ഇറങ്ങി വരിക ചെയ്തത്. അപ്പോൾ അതോടുകൂടി പാച്ചു അപ്പുറത്തുനിന്ന് എണീക്കിനു. പാച്ചു കുറച്ച് നേരമായിട്ടോ എണീറ്റിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പിന്നിൽ വാഷ് ചെയ്യാൻ പോയേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ അപ്പനും മോനും കൂടിയിട്ട് പോണു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരേ ഭാഗം ക്ലിയറായി തുടങ്ങി. ഇന്ന് പാച്ചുവിനില്ല, ഇന്ന് മെയ്ദിനം പ്രമാണിച്ച് പാച്ചുവിന് അവധിയാണ്. തോമുവിന് ഇന്നത്തെ അവധി ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്ന് അതിന് പകരം അവന് പോകണം. ഡോണും പോകുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ട്. പണ്ടൊക്കെ മെയ്ദിനം എന്ന് പറഞ്ഞാൽ ഒറ്റ കടകൾ തുറക്കില്ല, എല്ലാവരും തൊഴിലാളികൾ ആരും ജോലിക്ക് പോവില്ല, അങ്ങനെയാണ് തൊഴിലാളി ദിനം എന്നല്ലേ പറയാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പരിപാടി, ഇപ്പോഴും അതേട്ടോ, കല്യാണങ്ങളായാലും ഡിമ്പിളുടെ ശരിക്കും മാമോദിസ ഈ മെയ് 1 ആയിരുന്നു. അതോട് കൂടിയിട്ടാണ് ഞാൻ പ്രസവിച്ചെണീറ്റ് പോയത്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളാണ് കേട്ടോ ഈ മെയ് ദിനത്തിന് ഉണ്ടായിരുന്നത് പണ്ടൊക്കെ. പിന്നെ മെത്രാപ്പോലിത്തേര അവിടെ ഊട്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ. പണ്ടൊക്കെ മെയ് ദിനം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ദിവസമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് പറയായിരുന്നു കടകളൊക്കെ മുടക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ത് കട മുടക്കുക, എല്ലാ കടകളും തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലത്തെ പൂരി മസാലയും കഴിച്ച് കഴിഞ്ഞ് പൂരിയും പരിപ്പ് കറിയും കഴിച്ച് കഴിഞ്ഞ് ഞാൻ പതുക്കെ തുണികൾ തോരയിടാനായിട്ട് പോയി. അപ്പോൾ നേരത്തോടെ തന്നെ ആ പരിപാടി കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ചൂട് അവസ്ഥ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഇവരൊക്കെ തളർന്നിട്ടാണ് കിടന്നുറങ്ങണേ, പാവം തോന്നും. അപ്പം നനവ് എവിടെയാണോ അവിടെ വന്ന് കിടക്കുക എന്നുള്ളതാണ്. കിയ വന്ന് കിടക്കുന്നത് ചെടി നനച്ചതിൻ്റെ ആ നനവിൽ മറ്റേ ചിന്തു മറ്റേ അലക്കലിൻ്റെ അടിയിലായിട്ട് ചോട്ടു മറ്റേ കൂട്ടിൽ ഞാൻ ആ വശത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഇരിക്കാം. അപ്പോൾ ഇന്ന് കിച്ചണിൽ ഡിവൈനും ഡിമ്പിളുമായിരുന്നു. ഡിമ്പിളുടെ വക ചെമ്മീൻ റോസ്റ്റും പിന്നെ ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു, വെണ്ടക്കായ ഉപ്പേരി ഡിവൈൻ്റെ വകയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ അടുക്കളയിലേക്ക് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ കയറിയത്, കാരണം എനിക്ക് കണ്ടമാനം സംഭവങ്ങൾ പ്ലേറ്റ് ചെയ്ത് വന്നതും പിന്നെ ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ടമാനം മാലകളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ ചെയിൻ, അതായത് 6 പിടി 8 പിടി 10 പിടി. അപ്പോൾ അതിൽ 8ഉം 10ഉം പിടികളായിരുന്നു മാലകളായിരുന്നു അധിക ഭാഗം. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ വളകൾ കണ്ടമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സിംഗിളായിട്ട് വരുന്ന വളകൾ ഞാനിങ്ങനെ എന്താ പറയുക അധികം ഇതില്ലാണ്ട് ഡിസ്കൗണ്ടായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കണ്ടമാനം പേര് അത് ചോദിക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കാരണം അത് ഇങ്ങനെ ഒറ്റയ്ക്ക് എനിക്കിരുന്നിട്ടും വലിയ ഉപകാരമില്ല. അപ്പോൾ അത് കിട്ടുന്നവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ പീസല്ലേ, അവർക്കൊക്കെ ഓരോന്നല്ലേ വേണ്ടു. നമുക്ക് ഈ കുറേ ഇരുന്നിട്ട് ഇപ്പോൾ 6 എണ്ണത്തിൽ ചിലപ്പോൾ 5 എണ്ണം പോവും, ഒരെണ്ണം ബാക്കി വരും. അപ്പോൾ അങ്ങനെ വരുന്ന പീസുകളാണ് ഈ സിംഗിൾ പീസായിട്ട് ഞാൻ പറയണത്, അല്ലാണ്ട് കേടായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റീസെല്ലിങ്ങിന് കൊണ്ടുപോകുന്ന കുട്ടികൾ ചിലർ ആ സിംഗിൾ പീസുകൾ മാത്രം കൊണ്ടുപോകണവരുണ്ട്. അപ്പോൾ അവർക്കത് മതിയല്ലോ, കാരണം ഒരാൾ എന്തായാലും ഒരു വള എടുക്കുള്ളൂ, ചിലവർ 2ഓ 3ഓ എടുക്കുമായിരിക്കും. അതായത് ഒരേ ഡിസൈനിലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സമയത്ത് നമ്മുടെ പാച്ചൂട്ടൻ അവിടെ കംപ്ലീറ്റ് 2 ബോക്സ് നേരെ താഴേക്ക് ഇട്ടു. അവന് ഈ ബോക്സ് വെച്ച് കളിക്കലാണല്ലോ മെയിൻ പണി. അപ്പോൾ അപ്പാപ്പൻ അവൻ്റെ ബിൽഡിംഗ് സെറ്റ് കൊണ്ടുവന്നിട്ട് കൊടുത്തു. അപ്പോൾ അവന് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വയ്ക്കാൻ കിട്ടിയാൽ മതി. ഒതുക്കൽ പാർട്ടിയാണ് മൂപ്പര്. അപ്പോൾ അങ്ങനെ ഡിവൈൻ മിൻറ്റ് ലൈം കൊണ്ടുവന്നു. അപ്പോൾ അതും കുടിച്ച്, അപ്പോൾ എന്താ പറയുക അറിയാലോ, അടിയിൽ നിന്ന് മുകളിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ചൂടാണ്. എത്ര ഫാൻ ഇട്ടാലും ഒരു കാര്യമില്ല, ഫാനൊന്നും കറങ്ങണില്ല എന്ന് തോന്നും. അപ്പോൾ ഈ ബോക്സൊക്കെ ഞാൻ ഒതുക്കാനെടുത്തെങ്കിലും ഞാൻ വിചാരിച്ചു ഇന്നെല്ലാം കൂടി നടന്നാൽ ശരിയാവില്ല. കാരണം ഞാൻ ഒറ്റ ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് പെയിനും
പിന്നെ ഇരിപ്പല്ലേ, അപ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാത്രം ഇന്ന് ചെയ്യാം, എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്തിട്ട് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ അതും ആയില്ലേ, കിടക്കാൻ എളുപ്പമില്ല, ചൂട്ടത്ത് കിടക്കണ്ടേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയാണ് കേട്ടോ. അവൻ അവൻ്റേതായ കളികൾ, ശല്യമൊന്നുമില്ല, നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റേതായ കാര്യങ്ങൾ നോക്കും. അപ്പോൾ ഇതിപ്പോൾ വന്നിട്ടുള്ള മാലകളാണ് കേട്ടോ. നേരിയ മാലയമേ 3 മണികൾ. അപ്പോൾ അതിൽ 5 കളറാണുള്ളത്. കറുപ്പ്, പച്ച, ചുവപ്പ്, പിന്നെ ഗോൾഡൻ, പിന്നെ വെള്ള, അങ്ങനെ 5 കളറായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കുട്ടി മാലകൾ. ഇത് പ്ലേറ്റ് ചെയ്യാത്ത മാലകളാണ് കേട്ടോ. നിങ്ങൾ കാണുന്നത് പ്ലേറ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ അങ്ങനെ ഇത് വളരെ വിലയും വളരെ കുറവാണ്, കാണാനും ഭയങ്കര ഭംഗിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിപ്പോൾ കരിമണി ആയാലും റെഡായാലും പച്ചയായാലും അതിൻ്റേതായ കുഞ്ഞ് കമ്മൽ അല്ലെങ്കിൽ ക്രിസ്റ്റലിൻ്റെ കമ്മലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സെറ്റായി വള വേണമെങ്കിൽ വളയാവാം. ഇത് മുഖപ്പൂവാണ്, അതായത് സൈഡിൽ ലോക്കറ്റ് വരണത്. കൊളുത്തുമുണ്ട്, കൊളുത്തുമ്പോൾ വേണമെങ്കിൽ താലി താഴെ ഇടാം. സൈഡിലാണ് ഇതിൻ്റെ ലോക്കറ്റ് വരണത്. ഇങ്ങനത്തെ കുറേ വെറൈറ്റി ഉണ്ട് നമ്മളുടെ കയ്യിൽ കേട്ടോ. ഇതിപ്പോൾ പ്ലേറ്റ് ചെയ്ത് വന്ന കൂട്ടത്തിൽ വന്നത് കാരണമാണ് ഈ ഒരെണ്ണമായിട്ട് വന്നത്. ഒരെണ്ണമല്ല, 2 അങ്ങോട്ട് ഉണ്ട് ഇന്ന് വന്നതിൽ. പിന്നെ ബാക്കി ഡിസൈൻസൊക്കെ ഉണ്ട്, ഞാൻ അത് പിന്നീട് ഒരിക്കൽ ഇത് മാത്രമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ ലവാണ്, കൈ ഷെയ്ക്ക് ഹാൻഡാണ്. അപ്പോൾ അത് എന്താ പറയുക, വാലൻറ്റൈൻസ് ഡേക്കോ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കാനോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് തമ്മിലോ അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരു മുഖപ്പൂവാണ് കേട്ടോ. സൈഡിൽ ലോക്കറ്റ് വരുന്നതാണ്. ഇത് വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇടാനും കുഴപ്പമില്ല. ഇതിന് ആണിയാണ്, അതായത് കൊളുത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ തിരിച്ച് കയറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഒക്കെ മാലകൾ. അപ്പോൾ എല്ലാവരുടെയും ഊണ് കഴിഞ്ഞു. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കുട്ടികളുടെയും ഡാഡിയുടെയും എല്ലാവരുടെയും ഊണ് കഴിഞ്ഞു. എല്ലാവരുടെയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോയത്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡോൺ വന്നിട്ടുണ്ടായിരുന്നു ഊണ് കഴിക്കുക. അപ്പോൾ ഡാഡിയും ഡോണും കൂടി കഴിച്ചു, ഡിവൈനും ഡിമ്പിളും കൂടി കഴിച്ചു. ഞാൻ ഇവരുടെ എല്ലാവരുടെയും കഴിഞ്ഞ് എൻ്റെ പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷമാണ് ഇന്ന് കഴിച്ചത്. കാരണം നമുക്ക് വെള്ളം കുടിച്ച് ആ കൊണ്ടുവന്ന വെള്ളം 1 അല്ല 2 3 ഗ്ലാസ് ഞാൻ കുടിച്ചിട്ട് മിനിറ്റിലായി. കാരണം അത്രയും പറ്റാത്തൊരു അവസ്ഥയായി. അപ്പോൾ അങ്ങനെ അവരൊക്കെ പോയി. ഞാൻ നമ്മളുടെ ഊണൊക്കെ കഴിഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങളും ഒതുക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ബോറടിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റിക്ക് ഇത് മാറ്റി പിടിച്ചുകൂടെയെന്ന്. പക്ഷേ എനിക്ക് ദിവസം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കുണ്ട്, ഞാൻ പലതും ചെയ്യണം എന്ന് വിചാരിച്ചെങ്കിലും എൻ്റെ സാഹചര്യം അതിനെനിക്ക് അനുകൂലമല്ല. അപ്പോൾ അതുകൊണ്ട് കാണാൻ താല്പര്യമില്ലാത്തവർ അത് വിട്ടു പോവുക എന്നല്ലാണ്ട് വീണ്ടും അത് തന്നെ ഏറ്റു പറഞ്ഞ് ബോറിങ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാൻ കമൻറ്റ് ഇടണേക്കാൾ നല്ലത് നിങ്ങൾ കാണാണ്ടിരിക്കുകയാണ്. എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ എന്നും വരണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആ കുട്ടികളൊക്കെ പറയുക എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളാരും വീഡിയോ കാണുകയല്ല ചെയ്യാൻ, ഞങ്ങളത് വെച്ചിട്ട് ഞങ്ങളുടെ പണികൾ എടുക്കുക ചെയ്യാമെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം മുൻനിർത്തിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയണത്. എനിക്കറിയാം ഞാൻ പിക്ചർ നോക്കിയിട്ടൊന്നുമല്ല വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ നല്ലതെന്ന് തോന്നുന്നത് അംഗീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഉച്ചതിരിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഡിമ്പിളും പാച്ചും പനക്കലിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ഈ പോക്കും വരുമെന്ന്. വേറെ ഒന്നുമല്ല, അവിടെ പനക്കിൽ ബിൻസിയുടെ വീട്ടിൽ വെള്ളാങ്കല്ലൂർ പെരുന്നാളാണ്. അപ്പോൾ ഇപ്പോൾ ആൻസൺ വന്ന നിലയ്ക്ക് ആൻസൺ അങ്ങോട്ട് വരും. അപ്പോൾ ഇവരെ അങ്ങോട്ട് ഡോണും ഡിവൈനും കുട്ടികളും കൂടിയിട്ട് ഒന്നിച്ച് പോയി പെരുന്നാളൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ വെയിലാറിനോട് കൂടി തുണികൾ മൊത്തം ഇവിടെ കൊണ്ടുവന്നിട്ടു. കാരണം ഈ റൂമിൽ ഈ പറഞ്ഞ AC കുറേ ദിവസമായി വർക്ക് ചെയ്യിച്ചിട്ട് ഞങ്ങൾ ഡിമ്പിളുടെ റൂമിലല്ലേ കിടക്കണേ. അപ്പോൾ അത് വർക്ക് ചെയ്യുകയും ചെയ്യുക, അതോടുകൂടി തുണി മടക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവരതേ പെരുന്നാൾക്ക് പോകാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ സാധനങ്ങൾ അതോട് കൂടിയിട്ട് ഡിമ്പിൾ പനക്കൽ പോയിട്ട് വരുള്ളൂ കേട്ടോ. മോൻ്റെ ക്ലാസ് പ്ലേ സ്കൂളിൽ 2-3 ദിവസം പോവും, എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ആൻസൺ എപ്പോഴാണ് പോകണമെന്ന് വെച്ചാൽ അവരിവിടെ തിരിച്ച് കൊണ്ടുവന്നാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവർ അവിടെ നിന്ന് പോയി. എനിക്ക് തോന്നുന്നു 7 മണിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അപ്പോഴാണ് ഡിവൈനുള്ള ഒരു കൊറിയർ വന്നത് ആമസോണിൽ നിന്ന്. അപ്പോൾ അത് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചോദിച്ചില്ല, കാരണം അവരിറങ്ങണ നേരത്താണല്ലോ വന്നത്. അപ്പോൾ അങ്ങനെ അവരും യാത്രയായി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ പണിയിലേക്ക് ഇരുന്നു. കുട്ടികളാരും ഇല്ലെങ്കിലാണ് എനിക്ക് ശരിക്കും പണിയെടുക്കാനായിട്ട് എളുപ്പം. അടുക്കളയിലേക്കൊന്നും ഞാൻ പോയില്ല, കാരണം അവർ ഭക്ഷണം കഴിച്ചിട്ടാണ് വരാമെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കും ഡാഡിക്കുമുള്ള ഫുഡ് ഉച്ചകാലത്തെ ചോറും കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ നേരത്തെ എടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ വടയും ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഡാഡി അതും ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇതിനിരുന്നത് കേട്ടോ. കാരണം എനിക്കറിയാം ഒരൊറ്റ ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പാടാന്ന്. കാരണം ഇതൊക്കെ നമുക്ക് ബില്ലിടണം,
പിന്നെ എന്താ പറയുക, കവറുകളിലാക്കണം, ഫോട്ടോസ് എടുക്കണം, അങ്ങനെ കുറേ പണികളുള്ളത് കൊണ്ട് എനിക്കറിയാം ലേറ്റാവുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ 8 പിടി 10 പിടി മാലകളാണ് കേട്ടോ. കണ്ടമാനം ഡിസൈൻസ് ഉണ്ട്, കനം കുറഞ്ഞതുണ്ട്, ഭയങ്കര തിക്കായിട്ടുള്ള സംഭവങ്ങളുണ്ട്, ഭയങ്കര കട്ടിയുള്ളത്, ഇതൊക്കെ ഭയങ്കര ഭയങ്കര വീതിയുള്ള മാലകളാണ്. അപ്പോൾ എല്ലാ പാറ്റേൺ മാലകളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വല്ലവർക്കും ആവശ്യമാണെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡിസൈൻസ് കംപ്ലീറ്റ് അയച്ചുതരാം. ഞാൻ സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യുക. ആ ഫോൾഡർ അങ്ങനെ തന്നെ സെൻഡ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ പട്ടികൾ അവിടെ പുറത്തുണ്ടല്ലോ, അവരുടെ ഭക്ഷണം നോക്കണ്ടേ. അപ്പോൾ അത് ഞാൻ വേവിക്കാട്ടിട്ടാണ് ഞാൻ വന്ന് ബാക്കി കാര്യങ്ങൾക്ക് ഇരുന്നത് കേട്ടോ. അങ്ങനെ ആമസോണിലത്തെ ബോക്സ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒരുവിധം എന്താ പറയുക, ഒതുക്കാം എന്ന് വിചാരിച്ചപ്പോഴേക്കും ഈ ചൂട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ അവിടെ ഇരിക്കട്ടെ, കുട്ടികൾ വന്നിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനായിട്ടത് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഒതുക്കാൻ വേണ്ടി പോയി പെട്ടിയെടുത്തതാണ്. പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ചു അത്. പിന്നെ വളകൾ ഒതുക്കിയ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക എടുത്ത് അപ്പോഴാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഡാഡി അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ഡാഡി അവിടെ ഇരുന്ന് അത് കണ്ടോ? എന്താ വെച്ചാൽ കണ്ടോ, കാരണം എനിക്ക് ഇവയൊക്കെ കാണാനും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ചോറ് ഞാൻ ഉണ്ടായിരുന്നത് എടുത്ത് ഓവനിൽ വെച്ച് ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് മാത്രം എടുത്ത് ചൂടാക്കി. അതുപോലെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു ഉച്ചയിലത്തെ, നല്ല കറിയായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിട്ടുള്ള കറിയായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശരിക്ക് വെണ്ടക്കായ ഉപ്പേരിയും എനിക്ക് എൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കഴിച്ചത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഡാഡിയോട് ഞാൻ വേറെ എന്താ വേണ്ടത് വെച്ചപ്പോൾ ഒന്നും വേണ്ട, ഇത് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചൂടാക്കാൻ വെച്ചിട്ട് ഇവർക്ക് ഇറച്ചി ഞാൻ നേരത്തോടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെ ഞാൻ പൂട്ടാനായിട്ട് പോയി, കൂടടയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അവർ സുഖമായിട്ട് ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക സന്തോഷമായിട്ട് ഇന്നങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നനച്ച് കൊടുക്കണ കാരണം വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്കിതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഇവർക്ക് ചൂടെടുക്കാണ്ടിരിക്കാനുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തൽക്കാലം അതൊന്നും നടക്കില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി ഇപ്പോൾ മണി 11 മണി ആവാറായിട്ടോ. അപ്പോൾ അവരെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ഇന്നലെ ജോർദാൻസിൽ നിന്ന് വന്നിട്ടുള്ള ചെടികൾ ഉഷാറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുറേ 12 കൂട്ടുണ്ടായിരുന്നു, ഒക്കെ അപ്പുറത്താണ് വെച്ചേക്കുന്നത് തണലത്ത്. അപ്പോൾ ഉച്ചയിലത്തെ കഴുകി വെച്ച പാത്രങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ഒതുക്കാം, എന്തായാലും അവർ വരാണ്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റൗവും അതും ഇതൊക്കെ തുടച്ച തുണികൾ. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അതവിടെ വെക്കും, പിന്നെ കത്തിക്കുമ്പോൾ വല്ല മണ്ണെണ്ണ എങ്ങാനും ഒഴിച്ച് അത് കത്തിക്കാലോ എന്ന് വിചാരിച്ച് വല്ലതും കത്തിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ തുണികൾ അതിനാണ് ഞാൻ കഴുകി അങ്ങനെ വെക്കരുത് കേട്ടോ. വല്ലത് തുടയ്ക്കാനോ എടുക്കാനോ തുടച്ച് കളയാൻ ഉള്ള ആവശ്യത്തിന് അങ്ങനത്തേന് ഞാൻ എടുക്കാം. അങ്ങനെ ഞങ്ങൾ ഊണിൻ്റെ സമയമായി, 10:15 ഊണും കഴിഞ്ഞു. ഞാൻ പതുക്കെ കംപ്ലീറ്റ് ഒതുക്കി. കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഇവിടെ ഒതുക്കിയിട്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഞാൻ എന്നും കിടക്കുമ്പോൾ കംപ്ലീറ്റ് ക്ലീനാക്കി കിടക്കുന്ന ഞാനാണ്. പക്ഷേ 3 ദിവസമായിട്ട് എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അവർ വരാൻ ലേറ്റാവും, അവർ വരണ സമയം വരെ എനിക്ക് എന്തായാലും കുളിക്കാൻ കയറാനോ ഒന്നിനും പറ്റില്ല, എന്നാൽ പിന്നെ ഇതൊന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചു അവിടെ കംപ്ലീറ്റ് ഒതുക്കി. അടുക്കളയിലും കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ കുട്ടികൾക്കുള്ള ഫ്ലാസ്കിൽ ഒഴിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചു. കാരണം ഇനിയിപ്പോൾ ഡിവൈൻ വരുമ്പോൾ അതനുസരിച്ച് ഒഴിക്കല്ലേ വേണ്ടു. അപ്പോൾ കുറച്ച് ഞാനത് ബോട്ടിലുകളിൽ ഒഴിച്ചു, ബാക്കിയുള്ളത് ഞാൻ അവിടെ വെച്ചു. ഇനി ഡിവൈൻ വന്നാലും കുട്ടികളുടെ കുപ്പി കഴുകലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 10 പടി വെള്ളം വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ബെഡ്റൂമിലും ഈ പറഞ്ഞ പോലെ AC ഇട്ട സമയത്ത് വെള്ളം വെക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോള് കേട്ടോ. പക്ഷേ അത് ഞാൻ മുഴുവൻ വ്യക്തമായി ചോദിച്ചിട്ട് നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് ഡാഡിയുടെ ഇതൊക്കെ കഴിഞ്ഞ് വന്നു. ഞാനങ്ങനെ ഇവർ വരണത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ശരിക്കും 11 മണിയായപ്പോഴാണ് അവർ വന്നത് കേട്ടോ. അപ്പോൾ അവർ വരണതിന് മുമ്പായിട്ട് ഞാൻ എന്ത് കാണിച്ചു വെച്ചാൽ എൻ്റെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ എനിക്ക് എല്ലാം കഴിഞ്ഞ് പിന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ വെച്ചപ്പോൾ ഞാൻ നമ്മുടെ ബെഡ്റൂമിലാണ് നമ്മൾ കണ്ടല്ലോ ഫുള്ള് ഇട്ടേക്കായിരുന്നു. അത് മുഴുവൻ മടക്കി ഒതുക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ നാളെ അതാത് സ്ഥാനങ്ങളിലേക്ക് കൊണ്ട് വെക്കുകയേ വേണ്ടു. ഡിമ്പിളുടെ റൂം കാലിയായി. ഡാഡി കിടന്നു കേട്ടോ, ഓൾറെഡി ഡാഡി കിടന്നു. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് കേട്ടോ കിടന്നത്. അപ്പോൾ റൂം കംപ്ലീറ്റ് എന്താ പറയുക ഓരോ വശവും കാലിയായിട്ടിരുന്നു. ബോക്സുകൾ പോയി, പെട്ടികൾ കൊണ്ടുപോയി, മരുന്നുകൾ കൊണ്ടുപോയി. അവൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വരുമ്പോഴും പോകുമ്പോഴും വലിയ പണിയാണ്. കാരണം മോൻ്റെ എല്ലാ മെഡിസിൻസും പിന്നെ പഫും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ കൈ പിടിച്ചിട്ടാണ് മൂപ്പര് പോവുക. എപ്പോൾ പോകുമ്പോഴും അതെല്ലാം ഉണ്ട്. എപ്പോൾ പോകുമ്പോഴും ഒരു ലോഡ് സാധനങ്ങളായിട്ട് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തിനാണ് അതെന്ന്. പക്ഷേ എപ്പോഴാണോ കൊണ്ടുപോകാത്തത് അപ്പോഴാവും ചിലപ്പോൾ അവനെന്തെങ്കിലും വരിക. അതുകൊണ്ട് തന്നെ എപ്പോഴും
അവളുടെ കൂടെ അതുണ്ടാവും കേട്ടോ. നമുക്ക് കാണുമ്പോൾ ചില സമയത്ത് വിചാരിക്കും എന്തിനാ ഈ കുട്ടി ഇത് മുഴുവൻ കൊണ്ടു നടക്കണേന്ന്. പക്ഷേ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് കാര്യം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാൻ അവൾക്ക് ഭയങ്കര പേടിയാണ്. പേടിയല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും ഞാൻ ഒരുവിധമൊക്കെ ഒതുക്കി. ഇന്നലെ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2-3 ദിവസമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു ഒരു ഒരു മനസ്സമാധാനം ഇന്ന് എനിക്കിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് ശരിക്കും ഉറങ്ങാൻ പറ്റും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അത് ശീലിച്ചവർക്ക് അങ്ങനെ അല്ലാണ്ട് കിടക്കുമ്പോൾ നമുക്ക് കിടന്നാൽ ഉറക്കം വരില്ല. അപ്പോൾ അങ്ങനെ ഓച്ചും പാച്ചും അവിടെയാണ്. ഇവരെല്ലാവരും കിടന്നുറങ്ങി, ഡാഡിയും കിടന്നു. ഇനിയിപ്പോൾ ഞാനും കിടന്നുറങ്ങാൻ പോവാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരേക്ക് ബൈ.